ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടന്ന സംഭവമാണ്. അഫ്ഗാനിസ്ഥാനിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ 150-ലധികം വരുന്ന പുരുഷന്മാർ ചേർന്ന് കൊന്ന് കത്തിച്ച് കളയാണ് ചെയ്തത്. എന്തിനാണ് നിങ്ങൾ ആ പെൺകുട്ടിയോട് ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്തതെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഈ ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യമായിരുന്നു. എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ആ പെൺകുട്ടിയെ കൊന്നത്, എന്താണ് അതിനും വലിയ കാര്യം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പറയാൻ പോകുന്നത്. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം ഞാൻ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അഫ്ഗാനിസ്ഥാനിൽ ജനിച്ച ഫർഗുണ്ട എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അവിടെ മുസ്ലിം ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ആ ജനിച്ച കുടുംബത്തിലെ എല്ലാ മുസ്ലിം ആചാരങ്ങളും എല്ലാം പാലിച്ചു പോകുന്ന ഒരു പെൺകുട്ടി ഒരു ദിവസം പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അവിടെ കടയരികിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്താ പറയുക, ചരട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിറ്റുകൊണ്ടിരുന്നു. ആ സമയത്ത് ഈ പെൺകുട്ടിയൊക്കെ ഒരു പുള്ളിക്കാരെ അപ്രോച്ച് ചെയ്തിട്ട് പറയുന്നു, ഈ കുട്ടി ഈ ഒരു എന്താ പറയുക, ഈ ചരട് വാങ്ങും, നിങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ലക്കും കാര്യങ്ങളൊക്കെ വരും, ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും എന്ന് തുടങ്ങി ഓരോ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഈ പെൺകുട്ടിയാണെങ്കിൽ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഖുർആനിൽ എഴുതിയിട്ടുള്ള ആ ഒരു വചനങ്ങളല്ലാതെ ഉള്ള ഏതൊരു ചരടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങുക കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ നിർത്തണം, ഇല്ലെങ്കിൽ ഞാനിത് ഇവിടെയുള്ള ആൾക്കാർ ഉസ്താദിനോടും കാര്യങ്ങളൊക്കെ പറയും, നിങ്ങളുടെ കച്ചവടം ഞാൻ മുട്ടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരൻ കടയുടെ ഓണറിൻ്റെ പേരെന്ന് പറയുന്നത് സൈനുദ്ദീൻ, ആ ഒരു വ്യക്തിയായിട്ട് ഭയങ്കര ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നു. ഈ ഒരു സൈനുദ്ദീൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ ഇത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ഈ കുട്ടി എന്തിനാ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങി ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ ഈ സൈനുദ്ദീൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നിൽക്കുക ആളുകൾ കേൾക്കെ ഉറക്കെ പറയുകയാണ്, നീ എന്തിനാണ് ഖുർആൻ കത്തിച്ചതെന്ന് പറഞ്ഞ് ഭയങ്കര ഉറക്കെ അവിടെ നിൽക്കുന്ന ഓരോ പുരുഷന്മാരും കേക്ക്, അവിടെ ചുറ്റിനുള്ള ആളുകൾ കേക്ക് ഉറക്കെ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഖുർആൻ കത്തിച്ചതെന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ, ഈ ഒരു വ്യക്തിയെ സൈനുദ്ദീനെ അടുത്തേക്ക് വരിക, എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പം പറയുകയുണ്ടായി, ഈ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഖുർആൻ കത്തിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിം അല്ല, അഭിനയിക്കുകയാണ്, ഇതൊരു വിദേശിയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവിടെയുള്ള ചുറ്റുമുള്ള ആളുകളെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ഒരു പെൺകുട്ടിക്കെതിരെ ആക്കുന്നു. പക്ഷേ ഈ പെൺകുട്ടി എന്തുമാത്രം തിരിച്ച് സംസാരിക്കാൻ എന്താ പറയുക, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിനൊന്നും വക വയ്ക്കാതെ എന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നിന്ന് 150-ലധികം വരുന്ന ആൾക്കാർ ഈ ഒരു പെൺകുട്ടി അവിടെ ഇട്ട് അടിച്ച്, ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, നാലാളല്ല, 150-ലധികം വരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി അവിടെ ഇട്ട് അടിക്കുകയും, നീ എന്തിനാണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് അടിച്ച് കൈകൊണ്ട് കാലുകൊണ്ട് ചവിട്ടുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവിടെ നിന്ന പോലീസുകാർ, അഫ്ഗാനിസ്ഥാനിലുള്ള പോലീസുകാർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ അവിടെ നിൽക്കുകയാണ് ചെയ്തത്. അവരെത്രമാത്രം ശ്രമിച്ചിട്ടും ആ ഒരു കലാപത്തെ മാറ്റാനോ ഒന്നും പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയധികം പേരുന്ന ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് മാറ്റാനൊന്നും പറ്റിയില്ല. ആ പെൺകുട്ടി അവരെ കയ്യിൽ നിന്ന് അടിയും കൊണ്ടെന്ന് പറഞ്ഞാൽ അടി കൊണ്ട് ചവിട്ടുക, ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുക. കാരണം അത്രമാത്രം ദേഷ്യം വരും. ആ ഒരു സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ആ ഒരു കള്ളം പറഞ്ഞ ആ വ്യക്തി പറഞ്ഞ കള്ളം വിശ്വസിച്ച് ആ പെൺകുട്ടിയെ അതിക്രൂരമായി റോഡുകളിലിട്ട് അടിക്കുകയും എല്ലാം ചെയ്തു. എത്ര ചവിട്ടുക, അടിക്കുക, എല്ലാം കാര്യങ്ങൾ ചെയ്തു. ഇതിൽ ക്രൂരന്മാരായ വേറെ ഒരുത്തർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അതിലൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ കാറ് കൊണ്ടുവന്ന് ആ പെൺകുട്ടിയുടെ മേലിൽ കൂടെ കയറ്റി ഇറക്കുകയാണ് ചെയ്തത്. അത് ആ സമയത്ത് കാറിനകത്ത് ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് കുരുങ്ങി റോഡിലൂടെ വലിച്ചഴച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കുറേ ദൂരം എത്തിയതിന് ശേഷം ഇറങ്ങി നോക്കിയപ്പോൾ ആ കുട്ടിയുടെ അനക്കം ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വേറൊരു മൈനറായിട്ടുള്ള പ്രായപൂർത്തി പോലും ആവാത്തൊരു പയ്യൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അവിടെ തന്നെ ആറുണ്ട്, ആ ആറ്റിൻ്റെ അങ്ങോട്ട് തന്നെ ആ കുട്ടി എടുത്ത് എറിഞ്ഞതിന് ശേഷം അവിടെ കിടന്നൊരു വലിയ പാറങ്കല്ലെടുത്ത് തലയിൽ അടിക്കുകയാണ് ചെയ്തത്, അടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. എന്നിട്ട് കത്തിക്കാൻ വേണ്ടി അവിടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു തീപ്പെട്ടിയൊക്കെ എടുത്ത് കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടിയുടെ ദേഹം മൊത്തം, ഡ്രസ്സ് മൊത്തം എന്ത് കാരണം എന്ന് പറഞ്ഞാൽ ചോര കൊണ്ട് കട്ട പിടിക്കുന്ന ചോര കാരണം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അവിടെ നിന്ന് പുരുഷന്മാരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സുകളെല്ലാം ആ ഒരു കുട്ടിയുടെ ദേഹത്തേക്ക് ഇട്ട് കത്തിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു പെൺകുട്ടി മരിക്കുന്ന കണ്ട് നിൽക്കാനല്ലാതെ വേറെ ഒന്നും പറ്റിയില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അവിടെയുള്ള വലിയ പൊളിറ്റീഷ്യൻസ് എല്ലാവരും ആ സമയത്ത് പറഞ്ഞു, ആ കുട്ടി തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു സംഭവം. ശേഷം അവർ പറഞ്ഞത് ഖുർആൻ കത്തിച്ച് ഇങ്ങനെ ചെയ്യും എന്നാണ് പറഞ്ഞ് ഭയങ്കരമായിട്ട് വാക്കുകൾ പറയുകയുണ്ടായി.
സോ ഇതിന് ശേഷം ഇതിൻ്റെ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പേര് നിങ്ങൾ വീഡിയോസൊക്കെ നോക്കി കാണാൻ പറ്റും. ആ കുറേ ചവിട്ടുന്ന വീഡിയോസ്, ആ ഒരു പെൺകുട്ടിയായിട്ട് ചവിട്ടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. സോ എന്താണ് ശിക്ഷ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ എടുത്തൊക്കെ കണ്ടാലറിയുന്ന 30 പേർക്കെതിരെ കേസ് എടുക്കുകയുണ്ടായി. അതിൽ 18 പേര്, കുറേ പേര് കറക്റ്റായിട്ട് തെളിവുകളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടിക്കുന്ന എന്ന് പറഞ്ഞാൽ പോലും എത്ര പേര് ആ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. എന്നിരുന്നാൽ പോലും കുറച്ച് പേരെ കണ്ടവരിൽ മെയിനായിട്ടുള്ള ഒരു 4 പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റീസൺ ആയിട്ടുള്ള 4 പേരെന്ന് പറയുമ്പോഴത്തേനായി സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, അതുപോലെ തന്നെ കാറ് കയറ്റി കൊന്ന ആ ഒരു വ്യക്തി, അതുപോലെ തന്നെ ആ തലക്കടിച്ച ഒരു മൈനറായിട്ടുള്ള വ്യക്തി, അതുപോലെ വേറൊരു വ്യക്തി, ഇങ്ങനെ 4 പേർക്കുള്ള മെയിൻ ശിക്ഷ ഡെത്ത് പെനാൽറ്റി ആയിട്ട് വധശിക്ഷ കൊടുക്കുകയും ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ 16 വർഷവും 20 വർഷം തടവ് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വിധി കൽപ്പിച്ചതിന് ശേഷം പോലും കുറേ വർഷങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരെ ഡെത്ത് പെനാൽറ്റി കൊടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ ആ ഒരു 4 വ്യക്തികൾക്ക് 20 വർഷമാക്കി, അതുപോലെ തന്നെ മൈനറായിട്ടുള്ള ആ ഒരു പയ്യനെ 10 വർഷമാക്കി ചുരുക്കുകയാണ് ചെയ്തത്. സോ ഇപ്പോൾ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഒരു പെൺകുട്ടിക്ക് ഇത്രമാത്രം നടന്നിട്ട് പോലും ഈ ഒരു ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്നത് എന്താ തൂക്കിക്കൊല്ലുകയൊന്നും അല്ല ചെയ്ത്, വെറും 10 വർഷം 20 വർഷം. ഇതുകൊണ്ട് ആ ഒരു കുട്ടിക്ക് നീതി നടന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ ഒരു കുട്ടിയുടെ മരണശേഷം എന്തെന്ന് പറഞ്ഞാൽ അവിടെ ഈ സത്യം അറിഞ്ഞതിന് ശേഷം വലിയൊരു പ്രൊട്ടസ്റ്റ് തന്നെയാണ് നടന്നത്. വലിയൊരു പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വെച്ച് വലിയൊരു പ്രൊട്ടസ്റ്റ്. അവിടുത്തെ സ്ത്രീകളെല്ലാം വെളിയിലിറങ്ങി ഇതിനു വേണ്ടി ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി സമരം ചെയ്യുകയെല്ലാം ചെയ്തു. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ശരീരം ഇനി ഒരു ആണിനെ കൊണ്ട് തൊടിയിക്കില്ല എന്ന് പറഞ്ഞ ശരീരം അഫ്ഗാനിസ്ഥാനിലെ ഓരോ സ്ത്രീകളും ചേർന്നാണ് അടക്കിയത് പോലും ചെയ്തത്. സോ അതിനുശേഷം അത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് നടന്ന അഫ്ഗാനിസ്ഥാൻ ഇതുവരെ കണ്ട ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റിന് ശേഷമാണ് ഇവർക്കെതിരെ ഇങ്ങനെ ശിക്ഷ വന്നത്. ഇന്ന് ശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷവും ഞാൻ പറഞ്ഞ വധശിക്ഷയാണ് ആ 4 പേർക്ക്, മെയിനായിട്ടുള്ള 4 പേർക്ക് നടപ്പാക്കിയെങ്കിൽ പറഞ്ഞെങ്കിൽ പോലും അവസാനം 20 വർഷം 10 വർഷത്തിലോട്ടാക്കി. ഇങ്ങനെ പോയി നടന്ന ഈ അഫ്ഗാനിസ്ഥാനെ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും തിരിച്ചു നോക്കിയ ഒരു കേസാണിത്. പക്ഷെ എന്താണ് ഇത് എൻ്റെ അഭിപ്രായത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിക്ക് ന്യായം കിട്ടിയെന്ന് ചോദിച്ചാൽ ന്യായം കിട്ടിയില്ല എന്ന് തന്നെ പറയത്തുള്ളൂ. എന്താണ് ഇങ്ങനെയാണോ നിയമങ്ങളെന്ന് തന്നെ നമ്മൾ പലരിലും ചോദിച്ചോളെ. എത്ര കേസ് നമ്മൾ അറിയാവുന്ന ചില കേസുകൾ തന്നെയാണ് നമ്മൾ ഇന്ത്യയിലും കാണാൻ, ചിലപ്പം വേറെ രാജ്യങ്ങളിലും ഇങ്ങനെ കേസുകളാണ്. പക്ഷേ കറക്റ്റായിട്ടുള്ള നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതിനെല്ലാം ശിക്ഷ കൊടുക്കേണ്ടതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ശിക്ഷ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടുന്നില്ലെന്ന് തന്നെ പറയണം. ഈ ഒരു ന്യൂസ് കണ്ട അല്ലെങ്കിൽ ഇതൊരു ഞാൻ കണ്ട സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. ഇത് കേട്ടിട്ടുള്ളവരും കാണാം, കേൾക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ ഓക്കെ, താങ്ക് യു.